പ്രാർത്ഥിക്കുന്നു. സർവശക്തിനും നിത്യനും നീതിമാനുമായ കർത്താവിനെ ആ മഹാകൃപ നമ്മുടെ മേലിന്ന് ഈ രാത്രിയിൽ പകരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹത്വമേറിയ കരത്തിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ എന്ന പകൽ കർത്താവിനെ ആരാധിക്കുവാൻ വിവിധ ഇടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരായ നമ്മെ സ്വർഗത്തിലെ പിതാവിടുന്ന് സഹായിപ്പാനിടയായി. ഇന്ന് രാത്രിയുടെ ഈ സമയത്ത് ദൈവസന്നദ്ധയിൽ ഹല്ലേലൂയ ഞായറാഴ്ചയായ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കി നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ആരാധനകൾ സ്വർഗത്തിലെ പിതാവ് ഇറങ്ങി വന്ന് വസിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അതിന്മേലുണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ അധികമായ ശക്തി നമ്മുടെ മീറ്റിങ്ങുകളിൽ ഉണ്ടാകുവാൻ ദൈവാത്മാവ് ഇടവരുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന അഭിഷക്തന്മാർ ഹല്ലേലൂയ ദൈവമക്കൾ എല്ലാവരും കർത്താവിനെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അല്പനേരം ദൈവത്തോടെ നാമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് നമുക്ക് ദൈവത്തെ യേശുവിനെ കർത്താവേ അവിടുത്തെ രാജ്യത്തിലേക്ക്, അവിടുത്തെ മഹത്വത്തിലേക്ക് കർത്താവേ ഞങ്ങളെ നയിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്തമായ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ദൈവാത്മാവ് ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ഈ കൂട്ടായ്മ വലിയ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണപ്പ. ഈ സൂമിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് പിതാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ആരാധനകൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ പിതാവോടൊന്ന് സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കാനിടയായിട്ടുണ്ട്. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാൻ ഞങ്ങളെ കർത്താവ് ശക്തീകരിക്കണമേ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നപ്പ ആത്മാവ് പിന്നെ ഞങ്ങളെ ശക്തീകരിച്ചാണ്. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നപ്പ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തുറന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ വീണ്ടും കർത്താവേ എത്തിക്കൊണ്ടുവരണമേ. ആദ്യം കർത്താവേ ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ യാതൊരു തടസ്സങ്ങളോ നെറ്റിന്റെയോ യാതൊരു പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുതേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ ടീമിന് നേതൃത്വം വഹിക്കുന്നതായ അവിടുത്തെ വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പ. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. പാടുവാൻ, ആരാധിക്കുവാൻ, ദൈവവചനം ശ്രദ്ധിക്കുവാൻ, സങ്കീർത്തനങ്ങൾ, സാക്ഷ്യങ്ങൾ എല്ലാം കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കപ്പ. അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിൽ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്ന് മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയങ്ങൾ ദൈവസന്നിധിയിൽ വേർതിരിച്ച ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തുടർന്ന് സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങൾ തുടർന്ന് പാട്ടുകൾ ലീഡ് ചെയ്യുന്നതിനായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമത്തിന് മഹത്വം. ഈ സൂമിൽ കടന്നു വരുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തെ എന്റെ സ്നേഹവന്ദനം. ഈ ഒരു വൈകിയ വേള കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അളവില്ലാതെ സ്നേഹിച്ചു നീ
അധികമായി പകർന്നു നൽകി. അളവില്ലാതെ നേരെ സ്നേഹിച്ചു നീ. ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. കണ്ണിൻ മാണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും ജീവമായ യേശുവേ. കണ്ണിൻ മാണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമായ യേശുവേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. അണൈത്തവരെ അണൈത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. അണൈത്തവരെ അണൈത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. സ്തോത്രം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനേ, എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനേ. പൊന്നുമുഖം എന്നോ കണ്ടുകൊള്ളും ദാസ, പൊന്നുമുഖം എന്നോ കണ്ടുകൊള്ളും ദാസൻ. മനസ്സലിവോടു നിൻ കരുണകളോരോന്നും, മനസ്സലിവോടു നിൻ കരുണകളോരോന്നും എനിക്കു നീ നൽകിയ തെന്തുമാ സ്നേഹമേ. എനിക്കു നീ നൽകിയ തെന്തുമാ സ്നേഹമേ. പരമപിതാവേ നീരിൽ
പിതാവേ നിന്നരികിൽ വരാനേ എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ എത്ര നാൾ കൂടി ദീർഘമാക്കിയിടും എൻ കിരീടം വേറെ ആരുമെടുക്കുവാൻ എൻ കിരീടം വേറെ ആരുമെടുക്കുവാൻ നിൻഗീതം പോലെന്നെ ഓടുമാറാക്കണം നിൻഗീതം പോലെന്നെ ഓടുമാറാക്കണം നല്ല പോർ ചെയ്തന്റെ വേല തികയ്ക്കുവാൻ നല്ല പോർ ചെയ്തന്റെ വേല തികയ്ക്കുവാൻ വല്ലഭനേ ശക്തി നീ നൽകണം വല്ലഭനേ ശക്തി നീ നൽകണം വാനലോകത്ത് നീ എനിക്കാശ്രയം വാനലോകത്ത് നീ എനിക്കാശ്രയം ദൈവമേ നീ എനിക്കപ്പനും അമ്മയും ദൈവമേ എനിക്കപ്പനും അമ്മയും എനിക്കു വേറില്ല ആശ ഒന്നുമേ പ്രിയനേ എനിക്കു വേറില്ല ആശ ഒന്നുമേ പ്രിയനേ പൊന്നുമുഖം എന്നോ കണ്ടുകൊള്ളും ദാസർ പൊന്നുമുഖം കണ്ടുകൊള്ളും ദാസമേ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ മുന്നിലായിരിക്കാം കർത്താവിനെ നമുക്ക് നമ്മുടെ പ്രിയനായ കർത്താവിനെ നമുക്ക് കാണാനുള്ള ഒറ്റൊരാഗ്രഹത്തോടെ നമുക്ക് ആശയോടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് കൂടിയിരിക്കാം കർത്താവിന് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കുറ്റങ്ങളും നമ്മളെ എതിർക്കുന്ന ഓരോ കാര്യങ്ങളും വാക്കുകളും നമ്മുടെ മുന്നിലായിരിക്കുന്ന ഓരോ കുറവുകളും എല്ലാം കർത്താവിന്റെ സന്നിധിയിലാക്കി നമുക്ക് കർത്താവിനെ ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി ഉള്ളംകാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല ഉള്ളംകാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു എന്നെ നമ്മളെ അറിയുന്ന കർത്താവ് എന്നെ നന്നായി പുലർത്തും നമ്മളെ പുലർത്തുന്ന കർത്താവ് പ്രാണനായകനേശു അമ്മയോ മരിക്കുമ്പോൾ
അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ പഠിക്കുമ്പോൾ നമ്മുടെ അപ്പൻ താലോലിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നെ നാഥൻ വഴി നടത്തും. മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എൻ മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ എന്നെ നാഥൻ വഴി നടത്തും. കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കാലത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമില്ല. എൻ മുഖം പാടില്ല,
ലജ്ജിതയായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ അവൻ മുഖം പാടില്ല. ലജ്ജിതയായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും. വരുന്ന കാലങ്ങളെല്ലാം നമ്മുടെ തലകളൊക്കെ ഉയർത്തി എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു. കർത്താവിനെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എൻ നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. നമ്മുടെ മുഖം വാടാനോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനോ ഒന്നും സംഭവിക്കാത്ത നമ്മുടെ കർത്താവ്. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പാടാം. എൻ മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ മുഖം പാടില്ല, ലജ്ജിതയായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെ ഉയർത്തി നടത്തിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. എൻ നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എൻ കാന്തൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാവൻ. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിന്. നമ്മുടെ പേരിന്റെ വരവിനായി എണ്ണ നിറച്ചിടാം. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ പാടി ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രിയ കുഞ്ഞുങ്ങളിൽ കൂടെ കർത്താവ് ഇടവരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായ പ്രിയ പൈതങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വന്ന നമ്മുടെ രക്ഷകനായ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ കാലില് നമുക്കൊരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്വർഗത്തിലെ വലിയ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ, തുടർന്നുള്ള സമയങ്ങളിൽ വലിയ ദൈവകൃപ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച
നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ മിനിയാന്റെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. ഈ നിമിഷം കർത്താവേ, അങ്ങയുടെ പാദവട്ടത്തിൽ കടന്നു വരുന്നു നാഥ. കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെയും അത്ഭുതകരമായി അങ്ങ് വഴി നടത്തിയല്ലോ. ഈ വിശുദ്ധ കർത്താവേ ദിവസത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ശേഷം പിന്നെയും കർത്താവെ ഒരിക്കൽ കൂടി കർത്താവെ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു അപ്പച്ചാ. എന്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളൊന്നും ഓർക്കാതെ വേണം ഓരോ ദിനവും അത്ഭുതകരമായി വഴി നടത്തുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു അപ്പച്ചാ. മീറ്റിങ്ങിനെ ഈ ആരാധനയെ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ ഭയത്തോടെ, ഭക്തിയോടെ, ആവശ്യബോധത്തോടെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നല്ല ആരാധന ഞങ്ങൾക്ക് നൽകി തന്നല്ലോ പിതാവേ. വചനത്തിലൂടെ ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ആരാധനയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കർത്താവെ അവര് കടന്നു വരുവാൻ എന്റെ ദൈവം സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിരുന്ന് കർത്താവ് ഞങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെയും ഇവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാൻ, ആരാധിപ്പാൻ കർത്താവെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ നാഥ. പിന്നെയും കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നിലനിർത്തുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും കർത്താവിന്റെ കരവലയത്തിൽ സൂക്ഷിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തോടെ അയക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപ മൂലം കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്നും സങ്കീർത്തന വായനയ്ക്കായി നമുക്ക് സമയങ്ങൾ വേർതിരിക്കാം. സങ്കീർത്തനങ്ങൾ 34 സങ്കീർത്തനമാണ് ഇന്ന് രാത്രിയുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 34 സങ്കീർത്തനം നമുക്ക് എടുത്ത ദൈവസന്നിധിയിൽ വായിപ്പാനായി സമയങ്ങൾ വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവുമേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ട് അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘാശിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണം ആക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കുകയില്ല. എന്ന രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ നല്ല സങ്കീർത്തനത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. ഈ സങ്കീർത്തനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് അല്പനേരം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മോട് ഇടപെടലതിനായി
വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച ദൈവസന്നിധി നമുക്കായിരിക്കാം. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ കർത്താവിൽ അഭിഷക്തന്മാരായ ദൈവദാസന്മാർ, അതുപോലെ തന്നെ എല്ലാ ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കും. കർത്താവ് ധാരാളമായി നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ ഹല്ലേലൂയ, പ്രിയ ഇസക്കങ്ങൾ, ഹല്ലേലൂയ, പ്രിയ സണ്ണി പാസ്, അതുപോലെ തന്നെ പ്രിയ സജിമോൻ പാസ്, അങ്ങനെ നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ദൈവദാസന്മാരും ഇന്ന് രാത്രിയിൽ നമ്മുടെ മീറ്റിങ്ങിന് ഉണ്ട്. എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഈ നല്ല സങ്കീർത്തനത്തിനകത്തൂടെ നമ്മോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടിടയായി തീരട്ടെ. 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിനകത്ത് കാണാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്ന ഒരനുഭവമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവിക വിടുതൽ, ദൈവികമായ സാന്നിധ്യം അനുഭവിച്ച ദൈവദാസൻ ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. 1-ാമത്തെ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. വളരെ ആഴമായ ഒരു ചിന്ത തന്നെ നമുക്ക് 1-ാം വാക്യത്തിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്ന ഇതാണ്: ഞാൻ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ദിവസത്തിന് മാത്രമല്ല, എന്റെ ജീവിതകാലം മുഴുവൻ ഹല്ലേലൂയ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഈ ഒരു പദം പറയണമെങ്കിൽ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിനകത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുന്നവന് മാത്രമേ ഇങ്ങനെയൊരു ദൈവികമായ ഒരു പദം പറയാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തോട് ആഴമായ ഒരു ബന്ധം സ്ഥാപിച്ച ദാവീദ് തന്റെ ജീവിതാനുഭവത്തിനകത്തു നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഒരു ദിവസം മാത്രം പോരാ, എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ നമുക്ക് എത്രമാത്രം ആരാധിച്ച, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഹല്ലേലൂയ എത്ര മണിക്കൂറും പ്രാർത്ഥിച്ചാൽ, എത്ര മണിക്കൂർ ദൈവസന്നിധിയിൽ ആരാധിച്ചാലും നമുക്ക് മതിവരത്തില്ല. അത്ര ആഴമായ ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവികമായ സ്നേഹവും ദൈവിക കരുതലുകളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വായിക്കുന്നത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇടപെടാതെ ഹല്ലേലൂയ അവന്റെ സ്തുതിയെ എപ്പോഴും അവന്റെ നാവിന്മേലിരിക്കുകയാണ്. താഴോട്ട് ഒത്തിരി വാക്യങ്ങൾ വിശദീകരിക്കുവാനുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ടച്ച് ചെയ്ത, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ഒരു വാക്യം മാത്രം നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇതിനു ശേഷം കർത്താവിന്റെ അഭിഷക്തൻ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിന്റെ ദാസൻ നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതുണ്ട്. ആഴമായ ദൈവിക ശബ്ദം നാം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അതിനുശേഷം അതിനു മുമ്പായിട്ട് നമുക്ക് നല്ല നല്ല പ്രാർത്ഥനാ വിഷയങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സങ്കീർത്തനം രചിച്ചതായ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ദൈവത്തോടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകുകയും ചെയ്തത്.
നമുക്കറിയാം ചില വ്യക്തികളുടെയൊക്കെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ, ചിലരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ള ശക്തിയും പോകും, ഉള്ള ബലവും പോകും. ഇച്ചിരിയൊക്കെ ശക്തിപ്പെട്ടൊക്കെ നമ്മൾ വരുമ്പോൾ, ഇച്ചിരിയൊക്കെ ബലപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോൾ, ചിലരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ തളരാൻ സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിയിലാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളിലാണെങ്കിലും, ചിലരുടെയൊക്കെ വാക്കുകൾ കേട്ടാൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ടാകുന്നു, ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. കാരണം എന്താണെന്നറിയുമോ? അവരുടെയൊക്കെ വാക്കുകൾ പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന ഒരു പദം ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലജ്ജിക്കുവാൻ, തല താഴ്ത്തുവാൻ, ഏതെങ്കിലും വിധത്തിൽ നിരാശയുടെ ഒരു പദം തനിക്ക് പറയാനില്ല. തൻ്റെ മുഖം വാടിപ്പോകുവാൻ, തൻ്റെ മുഖം ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരുവനാണ് നസറേയനായ ദൈവം, അല്ലെങ്കിൽ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. നമുക്ക് പല അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇന്ന് രാത്രിയിൽ ഓരോ വ്യക്തികളോട് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലും ദൈവിക സ്നേഹത്തെ കുറിച്ച്, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുഖം പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അത് മങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പല മേഖലയിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും മടുത്തു പോകുന്ന അനുഭവമാണെങ്കിൽ, ക്ഷീണിക്കുന്ന ചില അനുഭവങ്ങളാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെടുന്ന ഒരാഴമായ സന്ദേശം ലജ്ജിക്കാൻ അനുവദിക്കാത്ത, ജീവിതത്തിൽ തലകുനിക്കാൻ ഇടവരാത്തൊരു സ്ഥലമുണ്ട്. അത് നാം സേവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. ആ മുഖം ഒരിക്കലും നമ്മുടെ മുമ്പിൽ മാറി നിൽക്കത്തില്ല. എന്നും നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവവൈതലേ, മുഖം മാടാൻ അവൻ അനുവദിക്കത്തില്ല. മുഖം പ്രകാശമായി തീരും. എനിക്കും നിങ്ങൾക്ക് ഒത്തിരി ആഴമായ ദൈവികമായ കല്ലിയ പ്രവൃത്തിയെ കുറിച്ച് പറയാൻ പറ്റുമല്ലോ. ഇന്ന് രാത്രിയിൽ ഈ ആഴമായ ദൈവിക ചിന്തകൾ ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒരു വചനമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് രാത്രി ദൈവത്തിലെ പലയിടത്തും നോക്കിയപ്പോഴും, പല വാതിലുകളും മുട്ടിയപ്പോഴും, പലയിടങ്ങളിൽ നിന്നും വേദനയാണ് ഉണ്ടാക്കിയതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് നമ്മെ വേദനിപ്പിക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് നമ്മെ ദുഃഖിപ്പിക്കുന്നവനല്ല. നമ്മുടെ മുഖം ക്ഷീണിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. അല്പമായിരിക്കുന്ന ക്ഷീണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്തുണ്ടാകാം. ചില പോരായ്മകളും ഇല്ലായ്മകളും ജീവിതത്തെ വല്ലാതെ അലട്ടുവാൻ സാധ്യതകൾ ഉണ്ടാകാം. പക്ഷേ അതിനകത്ത് പട്ടുപോകാൻ എന്റെ കർത്താവ് അനുവദിക്കുന്നവനല്ല. അങ്ങനെ അനുവദിക്കുന്ന ഒരുവനെ അല്ലല്ലോ ഞാനും നിങ്ങളും സേവിച്ചു നിൽക്കുന്നത്. അങ്ങനെ അനുവദിക്കുന്ന ഒരുവനെ അല്ലല്ലോ ഞാനും നിങ്ങളും മുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്ന് ഇന്ന് രാത്രി രുചിച്ചറിയുന്ന ദൈവമക്കള്, ആദരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മ നിലവാരത്തിലേക്ക് ഇന്നത്തെ കൂട്ടായ്മ എത്തപ്പെടുന്നുവെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി ഒരു ചടങ്ങല്ല, ഒരു ഹല്ലേലൂയ എന്തെങ്കിലും ഒന്ന് കൂട്ടിവെക്കുകയല്ല. ഒത്തിരി ഹല്ലേലൂയ ആളുകൾ ഇതിനകത്ത് കൂടണമെന്നല്ല. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ചലിച്ചു തുടങ്ങിയ, എന്റെ ജീവിതത്തിനകത്ത് ചലനമേറ്റു അറ്റുപോയ മേഖലകൾ, എന്റെ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി ബലം പ്രാപിക്കുന്ന ഒരു ദിനമായി എന്റെ ദൈവമാക്കി തീർക്കുന്ന ഒരു ആഴമായ ഇടപെടലിലേക്ക് ഇന്ന് രാത്രി എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കി ആരും ശോഭിതരായി എന്ന് പറയല്ലാതെ ഇറങ്ങി തിരിച്ചിട്ട് എനിക്കെന്നും നിന്നയായെന്ന്, എനിക്കെന്നും ഹല്ലേലൂയ തകർച്ചയാണെന്ന് എനിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞാനും നിങ്ങൾ ബന്ധപ്പെടാ നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ചില മേഖലകൾ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ കർത്താവിന്റെ മുഖം നോക്കി ഇറങ്ങി തിരിച്ച ആരെയും അവൻ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കുന്നത്
കൂടുതലല്ല. ഇന്ന് രാത്രി ജീവിതാനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, എത്രയോ സമയങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന്, എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് ചിന്തിച്ച അനുഭവങ്ങളും സാഹചര്യം ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ വഴികൾ ഓപ്പൺ ആക്കുകയും വാതിലുകൾ തുറക്കുകയും ചെയ്ത ഒരു സർവശക്തനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവപൈതലെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെയൊക്കെയോ തകർന്നു പോയിട്ടുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞ് നമ്മെ ഒതുക്കാൻ ശ്രമിച്ചാലും അതേ മണ്ണിൽ നിന്ന് ഞാനും നിങ്ങൾ ശോഭിതനായി പുറത്തു വരുന്ന ചില ദിനങ്ങളാക്കി ദൈവാത്മാവ് മാറ്റുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവി സങ്കീർത്തനത്തിനകത്തൂടെ നമ്മോട് പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് കേട്ട വചനത്തിന്റെ മുമ്പിലേക്ക്, ഈ സങ്കീർത്തനം വചനത്തിന്റെ മുമ്പിലേക്ക് നാം എല്ലാവരും ഏൽപ്പിച്ച ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജിജോ ലാൽ പാസ് ഒരു വാക്ക് കേട്ട ദൈവിക സന്ദേശത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ച ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് സോം പ്ലാറ്റ്ഫോമിലൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അപ്പാപിതാവെ എന്ന് വിളിക്കുവാൻ ദൈവം വീണ്ടും ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ വരപ്പിൽ ഒരുക്കി നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. കർത്താവെ, സങ്കീർത്തനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന ആ മഹത്കരമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയെ ഇന്ന് രാത്രികാലം പ്രിയ ദൈവഭക്തനെ കൂടി ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട കർത്താവെ, ആ വലിയ ദൈവിക സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഞങ്ങൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ആ വചനത്തിന്റെ ശക്തി കർത്താവെ പ്രായോഗിക തലങ്ങളിൽ വ്യാപരിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്ദിച്ചു പോകുവാൻ, ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഞങ്ങളെ അനുവദിക്കാതെ അവിടുത്തെ രക്തക്കോട്ടെ ഞങ്ങളെ മറച്ച് പൂർവാധിക ശക്തിയോടെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. ഇനി ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാ നിലകളും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം കൂടെ ഞങ്ങൾ തൃപ്പാദവിടത്തിൽ താണിരിക്കട്ടെ. സന്നിധി ഞങ്ങൾക്ക് നല്ല ബോധം നൽകും. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. മുഴുമഹത്വം അങ്ങെടുക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയങ്ങൾ വേർതിരിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനുള്ള സമയങ്ങൾ വേർതിരിക്കുന്നു. അപ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് ദൈവം തന്ന ദൈവിക വിടുതലിനെ കുറിച്ച് പറയുവാനുള്ള ഒരു സമയങ്ങളും തുടർന്ന് 15 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. വേഗത്തിൽ ആ സമയങ്ങൾ ദൈവമക്കൾ, ദൈവദാസന്മാർ ഉപയോഗിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തു. പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം. കഴിഞ്ഞ 3 ആഴ്ച കാലമായി ഞാൻ ശരീരത്തിൽ വേണ്ടവണ്ണം സൗഖ്യമില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. എന്റെ കയ്യിലൊരു ചെറിയ കുമ്പളം പോലെ ഇങ്ങനെ ആദ്യമായിട്ട് രൂപപ്പെട്ടു. പിന്നെ അതിന്റെ കൈപ്പത്തിയും മുഴുവൻ അത് വ്യാപരിക്കുവാനും എനിക്ക് ഭയങ്കരമായ അതിശക്തമായ വേദന അനുഭവപ്പെടുവാനും ഇടയായി. ഗ്രൂപ്പിൽ ഇതൊക്കെ അഡ്മിന്മാരൊക്കെ ഷെയർ ചെയ്തു. നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ പ്രാർത്ഥന അത് മാത്രമാണ്. ആ ഗിലെയാദിലെ ഔഷധപ്പഴം എന്റെ ശരീരത്തിന്മേൽ പുരട്ടിയതായി എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി. ഈ ലോകവൈദ്യന്മാരിലൊക്കെയും ആശ്രയിച്ചെങ്കിലും പരമവൈദ്യനായ ദൈവമാണ് എനിക്ക് സൗഖ്യം തന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ സൺഡേയില് എനിക്ക് യാതൊരു വിധമായ ഒരു ബോധം പോലും ഇല്ലാതെ ഞാൻ ആരാധന പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വണ്ണം വളരെയധികം കിടക്കയിലായിരുന്നു. വൈകുന്നേരത്തെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴും ഞാൻ അങ്ങനെ ഒരു മയക്കത്തിന്റെ അവസ്ഥയിലേക്ക്, ഹൈ ഡോസ് മരുന്നാണ് എനിക്ക് ഡോക്ടർമാർ തന്നത്. കാരണം എന്റെ ശരീരത്തിന് അത്രമാത്രം വേദനയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വേദനയുടെ കാഠിന്യം അവരോട് പറഞ്ഞപ്പം എനിക്ക് നല്ല ആന്റിബയോട്ടിക്, നല്ല ശക്തമായ ആന്റിബയോട്ടിക് എനിക്ക് തന്നു.
അങ്ങനെ ഞാൻ മയങ്ങി വീഴുന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് ഈ സൺഡേയിൽ എനിക്ക് രാവിലെയും ആരാധന കൂടുവാൻ ഇടയായി. ഈ ആരാധനയിലും എനിക്ക് സന്തോഷത്തോടെ പങ്കുചേരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ആ സമയം മുതൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഇതിനു മുൻപ് ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവിക വിടുതൽ ഓരോ ദിവസവും എനിക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതെല്ലാം തിരുവചനം പറയുന്നത് പോലെ ഇന്നുവരെ ലജ്ജിപ്പിക്കാതെ നിർത്തിയ ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ രോഗമൊക്കെയും കുടിയപ്പോൾ ഹസ്ബൻഡ് ഈ പാസ്റ്ററുടെ ഭവനത്തിൽ ഇല്ലായിരുന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാനും മോനും വിശ്വാസികളോട് പറഞ്ഞാൽ അവരൊക്കെ ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നത് കൊണ്ട് അവർക്കും കടന്നു വരുവാനൊക്കെ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നുള്ള ഒരു കാരണത്താൽ ഇതെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. പിന്നെ എനിക്കൊരു വലിയ സമൂഹം എന്റെ പിൻപിൽ പ്രാർത്ഥിക്കുവാനുണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. എനിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടുവാനൊന്നുമില്ല എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന എന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ എന്റെ കണ്ണുകളൊക്കെ നിറയുന്നത്. വലിയൊരു സമൂഹം എന്റെ ചുറ്റിനുമുണ്ട് പ്രാർത്ഥിക്കുവാൻ. ആ പ്രാർത്ഥനയുടെ ബലത്താൽ എന്നെ ദൈവം ഇത്രത്തോളം സൗഖ്യത്തോടെ ഇന്ന് ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ ഇടയായി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുന്നു. സ്തോത്രം. ദൈവനാമപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാരാധനയിൽ എനിക്ക് പങ്കെടുക്കുവാൻ ഭാഗ്യം തന്നല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഹുൻസൂറിന് അല്ലെങ്കിൽ കർണാടകയ്ക്ക് ഞാൻ പോകുന്ന കാര്യം ഗ്രൂപ്പിൽ പറയുകയും ദൈവസമാനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. അവിടെ കടന്നുപോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനും പല സ്ഥലങ്ങളിലും പുതിയ സ്ഥലങ്ങളിലാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി പ്രാർത്ഥനയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ദേവദാസന്റെ കുഞ്ഞിന് പെട്ടെന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. കുഞ്ഞിന്റെ വീട്ടുകാരെ കിടന്ന് കരഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. വീണ്ടും കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. എന്നാൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ഞങ്ങളുടെ പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില വിഷയങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 1/2 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ വിട്ട് മടങ്ങി വരും. ഇത് സാത്താന്റെ പരിപാടി, നമ്മളെ വിടാതിരിക്കാനുള്ള പദ്ധതിയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിടാനിടയായി. അപ്പൊ ഞങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു എനിക്ക് മനസ്സിലായി. സാത്താൻ ഇളകി എന്ന് മനസ്സിലായി. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കാറിൽ പോകുമ്പോൾ ഞങ്ങൾ 5 പേര് കാറിൽ പോകുമ്പോൾ തന്നെ പ്രാർത്ഥനയോടെ കടന്നുപോയി. അവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നു. അതുപോലെ ബുദ്ധമത സന്യാസിമാരുടെ സ്ഥലത്ത് കടന്നുപോയി. അവിടെയും സുവിശേഷം പറയാനും അവരെ ഒപ്പം ഇരുന്ന് അല്പനേരം സംസാരിപ്പാനും ഒക്കെ ഭാഗ്യം തന്നു. അങ്ങനെ പലയിടങ്ങളിൽ അവിടെ കടന്നുപോയി. പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല മീറ്റിങ്ങുകൾ അവിടെ നടത്തി. വളരെ അനുഗ്രഹം, ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ അനുഗ്രഹമായിരുന്നു. അതിനിടയ്ക്ക് BJP-ക്കാർ വന്ന് ബഹളം ഉണ്ടാക്കി. അതൊക്കെ ശാന്തമായി തീർന്നു. ഞങ്ങളെ വളയാനുള്ള പദ്ധതിയാണ്. പക്ഷെ അതെല്ലാം മാറി. ആ കോളനിയിലുള്ളവരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറി. ദൈവം അത് മാറ്റി തന്നു. അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ, എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ, കഴിഞ്ഞ ദിവസം യാത്രയിലായിരുന്നപ്പോൾ തിരിച്ച് ഞങ്ങള് പോകുന്ന വഴിക്ക് തലശ്ശേരി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി മറിയാനിടയായി. വലിയൊരു അപകടം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ അതൊന്നും ഞങ്ങളുടെ മേത്ത് ഒരു പോറൽ പോലും പറ്റാതെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഞാൻ ഓർത്തു വണ്ടി തിരിഞ്ഞ് മറിഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കൈ വീണ്ടും ഒടിഞ്ഞു. എൻ്റെ കൂടെ ഒരു വികലാംഗൻ ഉണ്ടായിരുന്നു, കാലിന് സ്വാധീനമില്ലാത്തൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു ആ ദൈവദാസനെ കാലിൽ പോയി, എല്ലാം പോയി. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഉറക്കെ കരഞ്ഞില്ല. ഞാൻ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഉറക്കെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി നിവർന്നു വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ ആർക്കും ഒരു അപകടവും പറ്റിയില്ല. ഒരു പോറൽ പോലും പറ്റാതെ ദൈവം പരിപാലിച്ചു. ഞങ്ങൾക്കറിയാം പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുള്ളപ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീർന്നു. ക്ഷേമത്തോടെ എത്തിച്ചേർന്നു. വണ്ടി മറ്റു സ്ഥലത്ത് അവിടെ ഷോറൂമിൽ കയറ്റി പണിക്ക് കയറ്റിയേക്കുവാണ്. ചെറിയ
കുറെ കംപ്ലൈന്റ്, ചെറിയ പൊട്ടലും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മാറി അടുത്ത 31-ാം തീയതി പണി തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങൾക്ക് യാതൊരു കേടും പറ്റാതെയും പരിപാലിച്ചു. അതാണ് വലിയ അത്ഭുതം. ആ മരത്തിൽ ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് ഭയങ്കര അപകടം പറ്റി. ഡ്രൈവർ അതുപോലെ ഇരിക്കുന്നു, കൂടെ ഇരുന്ന സഹോദരനൊക്കെ അവിടെ ഇരിക്കുന്നു. ഒരു 2 മിനിറ്റിന്റെ സമയം കൊണ്ടാണ് സംഭവിച്ചത്. ദൈവമക്കളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിട്ട് തീർന്നു, എന്റെ കുടുംബത്തിനും വളരെ അനുഗ്രഹമായിട്ട് തീർന്നു. അത് മാത്രമല്ല, ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഇവിടെ ഭയങ്കര സംഭവം ഉണ്ടായി. രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് പറമ്പിക്കലുണ്ട്, പക്ഷെ ഒരു മൂർഖൻ പാമ്പ് ഞങ്ങളുടെ വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. ഗീത നോക്കിയപ്പോ പാമ്പ് അപ്പുറേ വരുന്നു, പടിഞ്ഞാറ് വശത്ത് വരുന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ കിഴക്ക് വശത്ത് വരുന്നു, മാറി മാറി വീടിന് ചുറ്റും ആ പാമ്പ് വട്ടം ചുറ്റാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഗീതാമ്മയോട് വിളിച്ചു പറഞ്ഞു, ഭാരപ്പെടുന്നു വേണ്ട, ഇത് പാമ്പ് വന്നല്ല, സാത്താൻ നമ്മള് വട്ടം ചുറ്റില്ല, ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചു, അതെല്ലാം മാറിപ്പോവാനിടയായി. സ്തോത്രം. ഇങ്ങനെ ഭയങ്കര ഒരു പോരാട്ടത്തിനടുവിൽ നിങ്ങളുടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും അവിടെ കടന്നു നിന്ന ഇനി മീറ്റിംഗിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം കടന്നു പോകണം. ദൈവദാസന്മാർ ദൈവമക്കളുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് ചോദിക്കുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ പിന്നെ അവിടെ ഉള്ളവരെല്ലാം എപ്പോഴും വിളിയാണ്, പിന്നെയും കാണാൻ. അവർക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു, അവർക്ക് സങ്കടങ്ങൾ പറയുന്നു, എല്ലാത്തിനും വഴി തുറക്കുവാനിടയായി. ഒന്നുകൂടെ ആ ഹുൻസുള്ള കോളനി നമുക്ക് തുറന്നു തരുവാൻ ദൈവം ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. നമ്മുടെ മീറ്റിംഗിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാക്ഷി പറയാനും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട്. കർത്താവിന്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോളി ഫെയ്ത്ത് മിനിസ്ട്രിയുടെ ഈ സന്ധ്യാരാധനയിൽ, ഞായറാഴ്ച ആരാധനയിൽ എനിക്ക് പങ്കെടുക്കുവാൻ കർത്താവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ കോട്ടയും കാവലുമായിരുന്നു. വിശേഷാൽ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയം പറയുന്നു. ഈ വരുന്ന ശനിയാഴ്ച 25-ാം തീയതി ഞാൻ 2 വർഷക്കാലം ഒരു ഓൺലൈൻ കോഴ്സ്, MDA കോഴ്സ് ചെയ്യുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അതിന്റെ ഗ്രാജുവേഷനാണ് ഈ 25-ാം തീയതി. ആ ഗ്രാജുവേഷനുകൾ അനുഗ്രഹമായി നടക്കുവാനും ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കുവാനും പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ഞാൻ നിലവിൽ കോഴിക്കോടാണ് ഉള്ളത്. റാന്നിയിലാണ് ഗ്രാജുവേഷൻ നടക്കുന്നത്. ഞാൻ ചൊവ്വാഴ്ച നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. 2-3 ദിവസം ഗ്രാജുവേഷന്റെ പ്രാക്ടീസ് ഉണ്ട്. അതൊക്കെ അനുഗ്രഹമായി തീരുവാനും ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി നടക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരുന്നു. പ്രാർത്ഥിച്ചവരോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷാല് കോഴിക്കോട് ഉള്ള ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെയും സഭയെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടി വാങ്ങുവാനായി ദിവസത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. അത് എത്രയും വേഗം അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്മേൽ ശക്തമായി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാലയവും സ്ഥലവും സ്വന്തമായി ഉണ്ടാകുവാൻ ഇടയാകേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാണ്. ആർക്കും പ്രാർത്ഥനാ വിഷയങ്ങളില്ല എന്ന് കരുതുന്നു. നമുക്ക് പറയപ്പെട്ട വിഷയങ്ങളെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയങ്ങൾ വേർതിരിക്കുന്നു. എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാരുടെ മധ്യേ, ദൈവമക്കളുടെ മധ്യേ ഷെയർ ചെയ്യുന്നു. എൻ്റെ മോളുടെ വിഷയമാണ്. അവള് 10ാം ക്ലാസ് പരീക്ഷ എഴുതി അതിൽ ജയിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് ആലത്തൂർ, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ എൻ്റെ വീടെന്ന് പറയുന്നത് മണ്ണാർക്കാട്. പക്ഷേ ഇവിടെ ഞങ്ങൾ കർത്താവിന് വേല ചെയ്യുമ്പോൾ ഇവിടെയാണ് അവൾ പഠിച്ചത്. ഇവിടെ 10ാം ക്ലാസ് എഴുതി എല്ലാത്തിനും A+ കിട്ടുവാനിടയായി തീർന്നു. എങ്കിലും
ഈ പ്രാവശ്യം ഇവിടെ +1 വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ 10% അവര് പറയാനിടയായി തീർന്നത്. കാരണം അവർ പറഞ്ഞ കാര്യം ഇതാണ്, കുഞ്ഞിന്റെ അഡ്രസ്സും മുഴുവനും മണ്ണാർക്കാടാണ്, ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വരാനാണ് സാധ്യത എന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാനത് വേണ്ടി എല്ലാ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും എല്ലാ ദൈവദാസിമാരുടെ പ്രാർത്ഥനയും ഞാൻ സഹായമായി ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകൾ വണക്കാം. നമ്മളെല്ലാവരും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദേവീന്ദ്രൻ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാം ഇന്ന് പറയപ്പെട്ട വിഷയങ്ങളെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് ഒന്ന് ദൈവസന്നിധി പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ആയിരിക്കാം. പ്രിയ മിനിയാൻഡി പറയുവാണ്ടായി തീർന്നല്ലോ ദൈവിക വിടുതലിനെ കുറിച്ച്. കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെ വേദനയിൽ കൂടെ ഒക്കെ ആൻറ്റി കടന്നുപോയി. ദൈവം അത്ഭുതകരമായ വിടുതലും സൗഖ്യമൊക്കെ കൊടുത്തു. പിന്നെയും പരിപൂർണമായ വിടുതലും സൗഖ്യമൊക്കെ കൊടുത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവദാസിയെ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ കര നീട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ജോയ് പാസ്റ്റർ പറയാതെ തീർന്നു, യാത്ര ചെയ്ത സമയങ്ങളിൽ ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച് പറയുവാനിടയായിരുന്നു. മേഖലയെ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധി നന്ദി പറഞ്ഞ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവദാസന്റെ ശുശ്രൂഷയെ തുടർന്നും ഇവിടെ കടന്നുപോയി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവദാസനെ കുടുംബമായി ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷകന്മാരെ കർത്താവ് അധികമായി അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസന്റെ ആവശ്യങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം മാറ്റി ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ജോജി മാത്യു പാസ്റ്റർ പറയുവാനായി തീർന്നല്ലോ. ഹല്ലേലൂയ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനായി തീർന്നു. ദൈവദാസന്റെ രാജവേഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാനായി തീർന്നു. ഹല്ലേലൂയ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ സ്വന്തമായ സ്ഥലം വാങ്ങി ഹല്ലേലൂയ അവിടെ ആലയം പണിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നീട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം അവിടുത്തെ ദാസന് വേണ്ടി പ്രവർത്തന മേഖലകളിൽ അനുഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്കൊന്ന് അല്പനേരം സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ വിഷയങ്ങളാണല്ലോ, നമ്മുടെ കൂട്ട് ദൈവമക്കളുടെ വിഷയങ്ങളാണല്ലോ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ദൈവം അത്ഭുതം ചെയ്യട്ടെ. മേഖലയിൽ ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവര് ഇതിനകത്തുണ്ട്. ദൈവം എല്ലാവരെയും ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വലിയ വിടുതലുകൾ അയക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ രവീന്ദ്രൻ പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമായി കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ആമീൻ കർത്താവേ. സ്തോത്രം. ഓരോരുത്തരും കർത്താവേ സ്തോത്രം പറഞ്ഞ വിഷയങ്ങളെല്ലാം കർത്താവേ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. സ്തോത്രം. ആമീൻ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമേ, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണം, ദൈവത്തിന്റെ കരം തന്നെ പ്രവർത്തിക്കണം കർത്താവേ. സ്തോത്രം കർത്താവേ. ആമീൻ കർത്താവേ. മിനിസ്റ്റർ പറഞ്ഞ വിഷയത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമേ, ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചതിനായി സ്തോത്രം. വലിയൊരു വിടുതൽ കർത്താവെ അവിടെ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമീൻ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ആമീൻ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം. സർവശക്തനും നല്ലവനും വല്ലഭനുമായ പൊന്നു തമ്പുരാനെ സ്തോത്രം കർത്താവേ. ആമീൻ കർത്താവേ. ജോജി മധ്യഭാഷന്റെ വിഷയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമേ, ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടണം, ദൈവത്തിന്റെ കരം തന്നെ അവിടെ പ്രവർത്തിക്കണമേ.
കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. സർവശക്തനും ആമേൻ നല്ലവനുമായ തമ്പുരാനേ സ്തോത്രം. ഇന്നേക്കും ജീവിക്കുന്ന ദൈവമായ കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ, വിടുവിക്കണമേ കർത്താവേ സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവനെ ഹല്ലേലൂയ സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്നവനും കൃപാസനത്തിന്മേൽ ഇരിക്കുന്നവനുമായ പൊന്നു തമ്പുരാനേ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസൻ പറഞ്ഞ വിഷയത്തെ തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പല പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് ദാസനെ വിടുവിച്ചല്ലോ കർത്താവ്. വഴിയാത്രയിലെല്ലാം പല ആപത്തനർത്ഥങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് സ്തോത്രം വ്യസനത്തിന് കാരണമാകാതെ അമ്മീ കർത്താവ് തന്റെ കരങ്ങളിൽ വഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ അപ്പന്റെ ചിറകടിയിൽ എല്ലാവരെയും മറച്ചതിനായി സ്തോത്രം കർത്താവ്. വാഹനത്തിന് മാത്രം കർത്താവ് അല്പമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമീൻ കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. ആമീൻ കർത്താവേ സ്തോത്രം. കേശവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. കുഞ്ഞിന് കർത്താവേ അവിടെ തന്നെ കർത്താവേ സ്തോത്രം. ആമീൻ കർത്താവേ, അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ സ്തോത്രം അപ്പന്റെ കർത്താവേ സ്തോത്രം. കർത്താവേ പൂർണ്ണമായ കർത്താവേ ആ കുഞ്ഞിനവിടെ കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. സ്കൂളിൽ തന്നെ ആമീൻ കർത്താവേ അഡ്മിഷൻ കിട്ടുവാൻ കർത്താവിടെ ആക്കണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജോയ് വർഗീസ് പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. വലിയൊരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിലും വെളിപ്പെട്ടു വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമീൻ കർത്താവേ സ്തോത്രം. കർത്താവേ ഗ്രൂപ്പിൽ പറയുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ഇന്ന് ഞങ്ങളുടെ മകളുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറണം കർത്താവേ സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവ് ഞങ്ങളോട് സംഭവിക്കണം കർത്താവേ സ്തോത്രം. വലിയൊരു ദൈവ പ്രവർത്തിക്കായി സ്തോത്രം. ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ദാസൻ കൂടി കർത്താവേ നല്ല ആലോചനകൾ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പോഷിപ്പിക്കണമേ കർത്താവേ സ്തോത്രം. വലിയൊരു ദൈവ പ്രവർത്തിക്കായി സ്തോത്രം. ദൈവത്തിന്റെ കരം ഇന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആമീൻ കർത്താവ്. അത്ഭുതം പ്രവർത്തിക്കണം, വിടുവിക്കണം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് തോന്നുന്നു മാത്യു പി വി പാസ്റ്ററുടെ നെറ്റ് കട്ടായി തോന്നുന്നു. സണ്ണി പാസ്റ്ററെ തുടരാമോ? ഓക്കെ, പ്രൈസ് ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ജോയ് വർഗീസ് പാസ്റ്ററെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം അവര് മൈസൂർ കടന്നു പോകുവാനിടയായി തീർന്നപ്പോൾ വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നല്ലോ. അവര് സഞ്ചരിച്ച വാൻ മറിയുവാനും അവർക്ക് ഒരു കേടും കൂടാതെ കർത്താവ് അവരെ സൗഖ്യത്തോടെ ഭവനത്തിൽ എത്തിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങൾ ആമേൻ അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വീണ്ടും ആമേ ആ ദേശത്ത് കടന്നു പോകുവാൻ അവർ ആഗ്രഹിക്കുന്നല്ലോ. ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തെ ആ സ്ഥലത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ അവിടെ കർത്താവിനെ അറിയുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുവാനിടയായി തീർന്നാൽ പ്രാർത്ഥന അവർക്ക് കോട്ടയായിരുന്നല്ലോ, അവർക്ക് സൗഖ്യമായിരുന്നല്ലോ, അവർക്ക് വിടുതലായി തീർന്നല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെയും ആമേൻ കുടുംബത്തെയും കടന്നുപോയ ടീമിനെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നെയും കർത്താവിന്റെ ശക്തിയോടെ ആ ദേശത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ. വാഹനത്തിന് അല്പമല്ലാത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ആമേൻ സ്തോത്രം ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് ആമേൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സിനിലാൽ പാസ്റ്റർ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ?
കർത്താവിന്റെ ദാസൻ സിനിലാല് കേൾക്കാമോ? സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവിന്റെ ദാസൻ ജോയ് വർഗീസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ഖൊശൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അവരെ യാത്രയിൽ കർത്താവെ അല്പമല്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. പലവിധമായ തടസ്സങ്ങൾ അവരെ യാത്രയിൽ ഉണ്ടായി. കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം കർത്താവ് വിവിധ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ആബേൽ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ സ്വർഗമിടയാക്കി. ദൈവമായ കർത്താവെ, ദൈവദാസന്മാരെ ചിലരുടെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടു. എന്ന ദൈവം സൗഖ്യവും ആശ്വാസവും കൊടുത്തു. കർത്താവെ, അവരവിടെ ചെന്ന് വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവിനെ സഹായിച്ചു. ചില വ്യക്തി ജീവിതങ്ങൾ കർത്താവായ യേശുവിനെ അറിയുവാനും കേൾക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിയല്ലോ. ആ പ്രവർത്തനം മണ്ഡലത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, അവരെ മടക്ക യാത്രയിൽ കർത്താവെ വലിയ ദുരന്തം നേരിട്ടെങ്കിലും ദൈവമായ കർത്താവ് അവരെ ക്ഷേമമായി അവിടുന്ന് സൂക്ഷിച്ചല്ലോ. ശരീരത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം അവിടുത്തെ കൃപയിൽ മറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവർ സഞ്ചരിച്ച വാഹനം കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും കർത്താവെ, കടന്നുപോയ ആർക്കും ഒന്നും സംഭവിപ്പാൻ ദൈവം അനുവദിക്കാതെ വണ്ണം അവരെ മടക്കി വരുത്തല്ലോ കർത്താവെ. അതിന് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവെ. പിന്നെയും അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സൂക്ഷിപ്പ് അനുഭവിപ്പാൻ സ്വർഗമിടയാക്കിയതിനായി സ്തോത്രം. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തുടർന്നും ദൈവവചനം കേൾക്കുവാനുള്ള സമയങ്ങൾ വേർതിരിക്കുകയാണ്. നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഇന്ന് രാത്രി നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് കർത്താവിൽ അഭിഷക്തൻ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജോയ് ചാക്കോ പാസ്റ്റർ നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. തുടർന്നുള്ള സമയങ്ങൾ വേഗത്തിൽ കർത്താവിന്റെ ദാസന് കൊടുക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയായിരിക്കാൻ കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. ആരും ആരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ദിനവും നീ നിനയരുതേ. ആരും ആരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ദിനവും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോനൊരുക്കുന്നതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോനൊരുക്കുന്നതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിന്നവരായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിന്നവരായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിന്നവരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുടെ നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. കുറുകി ജരങ്ങി കാത്തിരിക്കും തന്റെ മണവാട്ടിയെ ചേർക്കാൻ മണവാളൻ മദ്യവാനിൽ വരുവാൻ കാലമേറ്റം അടുത്തിരിക്കുന്നു. അവൻ വരും, ഞാൻ പറന്നുയരുന്ന പ്രത്യാശയുള്ള ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വലിയവനായ ദൈവത്തെ ഒരു കൂടെ ഉയർത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ, പ്രിയ ഐസക് സാർ, അതുപോലെ തന്നെ പ്രിയ സണ്ണി പാസ്റ്റർ, സജിമോൻ പാസ്റ്റർ, മറ്റ്
ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും നല്ലവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്റെ പേര് പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ ബിജോ എന്നാണ്, ബിജോ ചാക്കോ എന്നാണ് പേര്. ഞങ്ങൾ ഇപ്പോൾ പാലക്കാട് കല്ലടിക്കോട് എന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുന്നു. കുടുംബമായി സുവിശേഷ വേല ചെയ്യുന്നു. ഭാര്യ, ഒരു കുഞ്ഞ്. വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്റെ വീട് മൂവാറ്റുപുഴ കോലഞ്ചേരി എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 10 വർഷത്തിന് മേളിലായി 2007 മുതൽ പാലക്കാട് കർത്താവിന് വേല ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്നു. അട്ടപ്പാടി, അതുപോലെ കാസർഗോഡ്, മധ്യപ്രദേശ്, കോട്ടയം, പല സ്ഥലങ്ങളിൽ കർത്താവിന് വേലയുമായി പോകുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി നിങ്ങളൊപ്പം ആയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹോളി ഫെയ്ത്ത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സജിമോൻ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കാസർഗോഡ് ആയിരുന്ന സമയത്ത് മുതൽ അദ്ദേഹത്തിനുള്ള ഈ സ്നേഹബന്ധം തുടരുകയാണ്. ഞാൻ മാലക്കലിൽ കർത്താവിന് വേല ചെയ്യുന്ന സമയത്ത് മുതൽ അദ്ദേഹവുമായുള്ള ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആയിരിക്കുന്ന സമയങ്ങളിൽ പല പ്രാവശ്യം അവിടെ പോകുവാനും BBSനൊക്കെ അവസരം നൽകുവാനൊക്കെ പ്രിയ ദൈവദാസനെ സഹായിച്ചു. പ്രിയ ദൈവദാസനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്തപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആന്റിയെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശക്തമായ മഴയും കാറ്റൊക്കെയാണ്. ഇതുവരെ നല്ല മഴയും കാറ്റും ആയിരുന്നു. എന്നാൽ കുറച്ച് ശമനമുണ്ട്. പുറമെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സജീവം പാസ്റ്റർ 9:25 വരെയുള്ള സമയമാണ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് സമയം എന്റെ മുമ്പിൽ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ ചെറിയ സന്ദേശം നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പറയുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യേശു കർത്താവ് എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി, കരയുന്ന വിഷയത്തിന് വേണ്ടി, ദിവസങ്ങൾ ഉപവാസം ഹല്ലേലൂയ ഇരിക്കുന്ന വിഷയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, കുഞ്ഞുങ്ങൾ കാണാതെ, ആരും കാണാതെ രാത്രിയാമങ്ങൾ എഴുന്നേറ്റ് കരയുന്ന വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. എത്ര പേർ ഇന്ന് രാത്രി യേശു ഹല്ലേലൂയ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വിഷയം, കുഞ്ഞുങ്ങളെ വിഷയം, ആ സാമ്പത്തിക വിഷയം, ഹല്ലേലൂയ, രാത്രിയാമങ്ങൾ ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ, ഹല്ലേലൂയ, ആ ഞരങ്ങുന്ന ആ വിഷയത്തിന് മധ്യേ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അനന്തരം 1-ാം വാക്യം പറയുന്നു, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളെ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശുവിന് പിന്നാലെ ചെല്ലുവാനിടയായി തീർന്നു. അപ്പോൾ യേശുവിന്റെ പിന്നാലെ ഒരു പറ്റം ആളുകൾ കൂടിയിരിക്കുന്നത്, ഹല്ലേലൂയ, അടയാളങ്ങളെ കണ്ടിട്ടാണ് യേശുവിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. 4 കൂട്ടം ആളുകൾ യേശുവിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പറ്റം ആളുകൾ യേശുവിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് അടയാളങ്ങൾക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ കൂടെ നടക്കുകയാണ്. വേറെ കൂട്ടം ആളുകൾ യേശുവിന്റെ കൂടെ നടക്കുന്നത്, യേശു കാണിക്കുന്നത് കണ്ടിട്ട് അവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഒരു പറ്റം ആളുകൾ യേശുവിന് പിന്നാലെ നടക്കുന്നു. വേറെ കൂട്ടം ആളുകൾ യേശുവിന്റെ കൂടെ നടക്കുന്ന മീറ്റിംഗ് കഴിയുമ്പോൾ അപ്പോ മീനും ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നടക്കുന്നു. വേറെ കൂട്ടം ആളുകൾ യേശുവിന് പിന്നാലെ നടക്കുന്നത് നിത്യജീവന്റെ മൊഴികൾ കേൾപ്പാൻ വേണ്ടി യേശുവിന്റെ കൂടെ നടക്കുന്നു. ഇന്ന് ലോകത്തും ഹല്ലേലൂയ നടക്കുന്നതും അത് തന്നെയല്ലേ? പല സഭകളിൽ നടക്കുന്നതും ഇത് തന്നെയല്ലേ? ഒരു പറ്റം ആളുകൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുന്ന രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവർ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കരയുന്നു, രോഗം മാറുന്നു, പിന്നെ അവരെ കാണാനില്ല. ഒരു പറ്റം ആളുകൾ ഹല്ലേലൂയ അവർ ആരാധനയ്ക്ക് പോകുന്നത് പാസ്റ്റർ കുറ്റം കണ്ടുപിടിക്കുവാനും, പാസ്റ്റർ എത്ര സ്വോത്രം പറഞ്ഞുവെന്നും, ഹല്ലേലൂയ, പാസ്റ്റർ പെസേജിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. വേറെ കൂട്ടം ആളുകൾ പോകുന്നത് മീറ്റിംഗ് എല്ലാം വഴി കഴിയുമ്പോൾ കഞ്ഞിയും പയറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. വേറെ കൂട്ടം ആളുകൾ ഹല്ലേലൂയ നിത്യജീവന്റെ മൊഴികൾ കേൾക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ യേശു ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. ഇന്ന് രാത്രി സമയം നാം ഏത് ചിന്തയോടെയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ഹല്ലേലൂയ സൂം പ്ലാറ്റ്ഫോമിൽ ഹല്ലേലൂയ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ?
അതോ രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? അതോ ഹല്ലേലൂയ അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിൽ നാം ആയിരിക്കുന്നത്? അല്ല, ഒരു നിത്യജീവന്റെ മൊഴികൾ കേൾക്കണം, എനിക്കൊരു വിടുതൽ വേണം, അല്ലെങ്കിൽ യഹോവ ചെയ്ത ഉപകാരങ്ങൾ എനിക്ക് വർണ്ണിക്കണം, അവരെ ഓർത്ത് സ്തുതിക്കണം എന്ന ആഗ്രഹത്തോടെ ഹല്ലേലൂയ ഈ സൂമിലെ ആയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശുവിന് പിന്നാലെ ചെല്ലുവാനിടയായി തീർന്നു. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യം പറയുന്നു, യേശു വലിയൊരു പുരുഷൻ തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഒരു തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ഹല്ലേലൂയ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ചോദിക്കുകയാണ്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ ഹല്ലേലൂയ അവരുടെ ആത്മീയ വിശപ്പ് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ വയറിന്റെ വിശപ്പ് ആരറിഞ്ഞു? യേശു കർത്താവ് അറിയുവാനിടയായി തീർന്നു. നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ വയറിന്റെ അവസ്ഥയും നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥയൊക്കെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പുറമേ നല്ല ഷർട്ടും പാന്റും കണ്ണടയും അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ ഇട്ട് നാം നടക്കുന്നുണ്ടാകാം. പക്ഷേ അകത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും അല്ലെങ്കിൽ ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കാം നമ്മുടെ ഭവനത്തിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ഇല്ലായ്മ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ മധ്യ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. പ്രൈസ്. ശിഷ്യന്മാരോട് ഇത് യേശു കർത്താവ് ചോദിക്കുമ്പോഴും വായിച്ച വാക്യം പറയുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. അവരെ പരീക്ഷിക്കുവാനാണ് ചോദിച്ചതെങ്കിലും ഹല്ലേലൂയ യേശു കർത്താവ് എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂതായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭാരപ്പെടുന്ന വിഷയത്തിന് മധ്യേ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. വിഷയത്തെ വലുതായി കാണരുത്, അത് പരിഹരിപ്പാൻ കഴിയുന്ന യേശുവിനെ വലുതായി കാണുക. പലപ്പോഴും നാം വിഷയത്തെയാണ് വലുതായി കാണുന്നത്, പക്ഷേ വിഷയത്തെ അല്ല വലുതായി കാണേണ്ടത്, അത് പരിഹരിപ്പാൻ കഴിയുന്ന യേശു കർത്താവിനെ വലുതായി നാം കാണണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളെ വലുതായി കാണരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ വലുതായി കാണരുത്. ഹല്ലേലൂയ. പ്രതിസന്ധികളെ നാം വലുതായി കാണരുത്, അത് പരിഹരിപ്പാൻ കഴിയുന്ന യേശുവിനെ വലുതായി കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ വളരെ ഭാരപ്പെട്ടു. പക്ഷേ തിരമാലകളെ അവർ പേടിച്ചു, കാറ്റിനെ പേടിച്ചു. അവിടെ നമ്മൾ മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, കാറ്റിനെ കാൽ കീഴിയാക്കിക്കൊണ്ട് യേശു കർത്താവ് അവരുടെ അരികത്തേക്ക് വരുവാനിടയായി തീർന്നു. നമുക്ക് വിഷയം വലുതായിരിക്കാം, പക്ഷേ യേശുവിന് വിഷയം കാൽ ചുവട്ടിൽ എന്ന കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് വിഷയങ്ങൾ, സാമ്പത്തിക വിഷയം ഒരു പക്ഷെ വലുതായിരിക്കാം, ആ രോഗം ഒരു പക്ഷെ നമുക്ക് വലുതായിരിക്കാം, പക്ഷേ യേശുവിന് അത് കാൽ ചുവട്ടിൽ എന്ന കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താൻ എന്തു ചെയ്യുവാൻ പോകുന്നുവോ എന്ന് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. യോഹന്നാൻ 6:6. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിപ്പാനിടയായിട്ടും കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ അങ്ങ്. അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകം 119:126 വാക്യം പറയുന്നു, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. 119 സങ്കീർത്തനം 126 വാക്യം പറയുന്നു, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിപ്പാനിടയായി തീരും, യഹോവേ ഇത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ ചിന്തകൾ വളരെ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ 6-ാം അധ്യായം 7-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം വാങ്ങാൻ മതിയാകില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസ് പറയുകയാണ്, 200 പണത്തിന് അപ്പം വാങ്ങാൻ മതിയാകയില്ല. ഇനി 200 പണം ഉണ്ടോ? ഇനി ആ പണം ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 200 പണം എങ്ങാനും പിരിച്ചു കിട്ടിയാൽ അതിന് അപ്പം വാങ്ങാനും തികയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 200 പണം ഉണ്ടോ? ഇല്ല. ഇനി എങ്ങാനും പിരിച്ചെടുക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതിന് അപ്പം വാങ്ങാനും മതിയാകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ യേശു അവന്റെ വാക്കിന് മറുപടി പറഞ്ഞില്ല. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം വാക്യം പറയുന്നു, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസ് സഹോദരനായ അന്ത്രോസ് പറഞ്ഞു, കർത്താവേ ഇവിടെ ഒരു ബാലകനുണ്ട്. യേശു കർത്താവ് പറഞ്ഞു,
ആളുകളെ പന്തിയായി ഇരുത്തുക. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിന്റെ വാക്കിന് യേശു മറുപടി കൊടുത്തില്ല. പക്ഷെ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആളുകളെ പന്തിയായി ഇരുത്തുക. എന്തുകൊണ്ടാണ് ഫിലിപ്പോസിന്റെ വാക്കിന് യേശു മറുപടി കുറക്കാതിരുന്നത്? ഫിലിപ്പോസ് പറഞ്ഞത് അവിശ്വാസത്തിന്റെ വാക്കുകളാണ്. പക്ഷേ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്. ദൈവമക്കളെ, നാം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീരും. വിശ്വാസത്തിന്റെ വാക്കുകൾ മാറ്റിക്കളഞ്ഞ് വിശ്വാസത്തിന്റെ വാക്കുകൾ നാം പറയാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗത്തിന് വേണ്ടി, ആ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും നാം പറയുന്നത് അവിശ്വാസത്തിന്റെ വാക്കുകൾ. ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. പാസ്റ്റേ, എന്റെ തലവേദന മാറില്ല എന്നാ തോന്നുന്നത്. പാസ്റ്റേ, എന്റെ നടുവേദന മാറില്ല എന്നാ തോന്നുന്നത്. പാസ്റ്റേ, എന്റെ തൊണ്ടയ്ക്ക് ഒരു മുഴ, അത് ക്യാൻസർ ആണെന്നാ തോന്നുന്നത്. പറഞ്ഞ് തൊണ്ടവേദന ഒരു നീർക്കെട്ടാണെങ്കിൽ അത് പറഞ്ഞ് അവസാനം ഒരു ക്യാൻസർ ആയിട്ട് മാറും. ചെറിയൊരു മുഴ കയ്യിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് പറഞ്ഞ് വലിയ രോഗമായിട്ട് മാറും. പക്ഷേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിശ്വാസത്തിന്റെ വാക്കുകൾ മാറ്റിക്കളഞ്ഞ് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകളാണ് പറയുന്നത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞ 6 വർഷം തലമുറയില്ലാതെ ഭാരപ്പെട്ടു ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ഡോക്ടർമാരെയും കാണിച്ചു. ഹല്ലേലൂയ. പലരും പറഞ്ഞു, മൂവാറ്റുപുഴ സബേൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറെ കാണിക്കുക. 60 വയസ്സായ അപ്പത്തിനും അമ്മയ്ക്കും ട്രീറ്റ്മെന്റ് ചെയ്ത് 4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ അവരെ പോയി കാണിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ, വിശ്വാസത്തിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ പോയി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ അവിശ്വാസികളായ ആന്റിമാര് പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാരൊന്നും കാണിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു, ഹല്ലേലൂയ, നല്ലൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുവാൻ ഇടയായി തീർന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറായപ്പോൾ ദൈവം 6-ാം വർഷം ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീരും. ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്തും അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ മുമ്പിൽ ആളുകൾ ഹല്ലേലൂയ കുറ്റം പറഞ്ഞാൽ, മറ്റുള്ളവർ പറഞ്ഞാൽ, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ ദൈവമക്കളെ അത് കാര്യമാക്കേണ്ട. നാം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് രാത്രി സമയം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. നാളുകളായി രാത്രിയാമങ്ങൾക്ക് എഴുന്നേറ്റ് കരയുന്ന വിഷയം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആ വിഷയത്തിന് മധ്യേ വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. വിശ്വാസത്തിന്റെ വാക്കുകൾ വാക്കുകൾ മാറ്റിവെച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകുക. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ കാര്യം ദൈവം ശരിയാക്കി തരും, എന്റെ സാമ്പത്തിക കാര്യം ദൈവം ശരിയാക്കി തരും, എന്റെ രോഗം ദൈവം മാറ്റും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് അല്ലെ വിശ്വാസത്തിന്റെ വാക്കുകൾ 10 പ്രാവശ്യം പറഞ്ഞു നോക്കിക്കേ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് അന്ത്രയോസ് പറഞ്ഞു, യേശുവേ, ഇവിടെ ഒരു ബാലകനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ബാലകൻ ഇവിടെ ഉണ്ട്. അവന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട്. അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്രയോസ് പറയുകയാണ്, ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട് യേശുവേ, അവന്റെ കയ്യിൽ 2 മീനുണ്ട്, അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. യേശു പറയുകയാണ്, ആളുകളെ പന്തിയായിരുത്തുക. എത്ര അപ്പം ഉണ്ട്? 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ 5 അപ്പം എത്ര പേർക്ക് വീതിച്ചു കൊടുക്കുക? ഏകദേശം 5000 പുരുഷന്മാർ. അവിടെ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഏകദേശം എല്ലാം കൂടെ കൂടുമ്പോൾ 20,000 ആളുകൾ ഉണ്ടെന്ന് ചിന്തിക്കുക. ആകെ 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം ഓരോ ഹല്ലേലൂയ ഓരോന്ന് കൊടുത്താൽ 5ാമത് ഇരിക്കുന്ന അച്ചാരോട് ചോദിക്കുക, അച്ഛാ വല്ല പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ ലൈനായിട്ട് ഇരിക്കുന്നുണ്ട്, പന്തിയായിരിക്കുന്നുണ്ട്, വല്ല പ്രതീക്ഷയുണ്ടോ, വല്ല സാധ്യതയുണ്ടോ?
അച്ചായം പറയും അപ്പം ഓരോ കഷ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭാഗം എനിക്ക് കിട്ടും. 10ാമത് ഇരിക്കുന്ന ആന്റിയോട് ചോദിക്കുക, ആന്റി വല്ല പ്രതീക്ഷയുണ്ടോ? ആന്റി പറയും എനിക്ക് പ്രതീക്ഷയുണ്ട്, യേശു അപ്പം 2ആക്കുകയാണെങ്കിൽ ഒരു ഭാഗം കിട്ടും. 20ാമത് ഇരിക്കുന്ന ആന്റിയോട് ചോദിക്കുക, ആന്റി വല്ല പ്രതീക്ഷയുണ്ടോ? ലൈനിൽ ഇരിക്കുന്നുണ്ട്, വല്ല പ്രതീക്ഷയുണ്ടോ അപ്പം കിട്ടുമെന്ന്? ആന്റി പറയും പ്രതീക്ഷയുണ്ട്, കാരണം യേശു അപ്പം 4 ആക്കുകയാണെങ്കിൽ ഒരു ഭാഗം എനിക്ക് കിട്ടും. അങ്ങ് മൂലയ്ക്ക് ഇരിക്കുന്ന 20,000 അധികം ആളുകളുണ്ട് ചിന്തിക്കുമ്പോൾ ആ മൂലയ്ക്ക് ഇരിക്കുന്ന അച്ഛനെ ചോദിക്കുക, അച്ഛാ വല്ല പ്രതീക്ഷയുണ്ട്, ലൈനിൽ ഇരിക്കുന്നുണ്ട്, വല്ല പ്രതീക്ഷയുണ്ട്, സാധ്യതയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും എനിക്ക് പ്രതീക്ഷയുണ്ട്, കാരണം എന്റെ കൂടെയുള്ളവർക്ക് അപ്പം കൊടുക്കാൻ മതിയായ ദൈവമാണെങ്കിൽ എന്റെ അടക്കൽ വരാതെ എന്റെ യേശു കർത്താവ് പോകുകയില്ല. ഹല്ലേലൂയ. അപ്പൊ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല, കൂടെയുള്ളവരെ മാനിക്കുന്ന ദൈവമാണെങ്കിൽ അവൻ എന്നെ മാനിക്കാതെ പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്റെ യേശു കർത്താവ് മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കൂടെയുള്ളവരെ മാനിക്കുന്ന ദൈവമാണെങ്കിൽ അവൻ നമ്മെ മാനിക്കാതെ പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കും, സമയം കഴിഞ്ഞു പോയല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 12ാം വാക്യം വായിച്ച് നമുക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹം. അതിന് മുമ്പായി അതിന്റെ 11ാം വാക്യം പറയുന്നു, യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്തു. അവന് കയ്യിൽ അപ്പം എടുത്തു, അത് ദൈവത്തെ വാഴ്ത്തി അത് നുറുക്കി കൊടുപ്പാനിടയായി തീർന്നു. അപ്പം അങ്ങനെ തന്നെ ഇരുന്നാൽ അതുകൊണ്ട് ആർക്കും പ്രയോജനമാകുകയില്ല. അത് നുറുങ്ങാൻ തയ്യാറായപ്പോൾ അതുകൊണ്ട് അനേകർക്ക് പ്രയോജനമുള്ളവരായും തീരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നാം എങ്ങനെ തന്നെ ഇരുന്നാൽ നമ്മെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമാകുകയില്ല. ഒന്ന് നുറങ്ങാൻ തയ്യാറായാൽ, ഒന്ന് തകരാൻ തയ്യാറായാൽ നമ്മെ കൊണ്ട് ദൈവം അനേകർക്ക് പ്രയോജനമുള്ള വ്യക്തികളാക്കി ദൈവം തീർക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. 12ാം വാക്യമായി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് തൃപ്തിയായ ശേഷം ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കി കളയരുത്, ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവമക്കളെ, യേശു കർത്താവ് പോലും ആഹാരം പാഴാക്കാൻ യേശു കർത്താവ് പോലും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നാം എല്ലാം 2 നേരം 3 നേരം 4 നേരമൊക്കെ കഴിക്കുന്നവരാ. അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് പട്ടിക്കും പൂച്ചയ്ക്കും മറ്റു മൃഗത്തിനൊക്കെ കൊടുക്കുന്നവരാ. പക്ഷേ അല്ലൊരു ആഹാരം പാഴാക്കി കളയാൻ യേശു പോലും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ലോകാരോഗ്യ സംഘടന കണക്ക് പറയുന്നത് 1 സെക്കൻഡിൽ 8 പേർ ആഹാരവും വെള്ളവും കിട്ടാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു എന്ന് ലോകാരോഗ്യ സംഘടന കണക്ക് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്ക സൊമാലിയ എന്ന് പറയുന്ന പ്രദേശത്ത് സ്വന്തം ശരീരത്തിൽ ഇരിക്കുന്ന ഈച്ചയെ ആട്ടി ഓടിക്കാൻ പോലും ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളിൽ കുഞ്ഞുങ്ങൾ മണ്ണ് വാരിത്തുന്ന അവരുടെ വയറ് നിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ആഹാരം പാഴാക്കി കളയരുത്. നാം ആഹാരം പാഴാക്കി കളയരുത്. 2 നേരം 3 നേരമൊക്കെ കഴിക്കുമ്പോൾ ആഹാരമില്ലാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ നാം ആഹാരം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. എന്റെ ചിന്തകൾ ഇവിടെ അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി സമയം യേശു കർത്താവ് എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. പ്രിയ ആന്റി, പ്രിയ അച്ചായ, പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നു പ്രിയ ആന്റി, ദൈവം അറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വളരെ ശക്തമായ നിലയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആഴമായ ഒരു ദൈവിക സന്ദേശം നമുക്ക് നൽകുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ ദാസനെ അധികമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, കുടുംബമായി തലമുറയായി ദൈവം മാനിക്കേണ്ടതിനായി ശക്തമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. താനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ ഉയർത്തുവാൻ, അനേക ആളുകളെ കർത്താവിന് വേണ്ടി നേടുവാൻ, അവരുടെ അഭിഷേകത്തിന്റെ കുടുംബമായി ദൈവശക്തമായി ഉപയോഗിക്കേണ്ടതിനായി ദൈവദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധി ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് രാത്രിയിൽ ഈ സൂമിൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ആമേൻ, ദൈവദാസന്മാരെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവിധത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സിജോൻ പാസ്, വേറെ എന്തെങ്കിലും? പക്ഷെ പ്രാർത്ഥിച്ച ആശീർവാദം പറയാം. സന്ധിമത്തെ പാസ് കൊടുക്കും.
നമുക്ക് ദൈവസന്നിധി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളുമേലും കടന്നത് എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ദാസനെയും സൂമിലുള്ള എല്ലാ ദൈവദാസനെയും ദാസന്മാരെയും പ്രത്യേകിച്ച് വ്യാസകങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ അതുപോലെ തുടർന്നുള്ള എല്ലാ ദൈവദാസന്മാരെയൊക്കെ കർത്താവ് ശക്തമായി മാനിക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജോയ് പാസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യ ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് വിവിധ ടൈമുകളിലിരുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കൃപ തന്നതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന കർത്താവേ ദൈവത്തിന്റെ ആത്മാവിൻ നിയോഗത്തോടെ ലീഡ് ചെയ്യുവാൻ മാധ്യപാസ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നല്ല പാട്ടുകൾ പാടി ഇന്ന് കർത്താവെ ആത്മാവിൽ ആരാധിപ്പാൻ ഗസേമോളെ ബലപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം. കർത്താവെ അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവർ മുഖം ഉല്ലജിച്ചു പോയില്ല എന്ന തിരുവചനം ഞങ്ങളെ വീണ്ടും ഓർപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ അവൻ ചെയ്യാൻ എന്തുദ്ദേശിച്ചോ അത് ചെയ്യുന്ന കർത്താവ്, അവന്റെ പദ്ധതി അവന്റെ ഉള്ളിൽ അവന്റെ പദ്ധതി നിറവേറ്റുന്ന ദൈവം, ആ നല്ല ദൈവത്തെ കർത്താവ് ഒന്നുകൂടി ഞങ്ങളെ വരച്ചു കാണിക്കുവാൻ വിജയ് പാസ്റ്റർ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ ഒന്നുകൂടെ ആശ്രയിപ്പാൻ അങ്ങിൽ ശരണം പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾ ക്ഷീണിച്ച് അവിശ്വാസത്തിന്റെ വാക്ക് പറയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന ഓരോ വ്യക്തികളെയും നിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവദാസിമാരെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം. സൗഖ്യം കൊടുത്തല്ലോ കർത്താവ്, അത്ഭുതമായി വിടുതൽ കൊടുത്തല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സ്ഥലത്ത് കർത്താവെ അത് അഡ്മിഷൻ ലഭിക്കാൻ ഇടയാകും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗ്രാജുവേഷൻ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. ആലയമില്ലാത്ത ആലയം ലഭിപ്പാൻ ഇടയാകണമേ. കർത്താവെ ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ കർത്തൃവൃത്തിമാരെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. വിളിച്ചവൻ വിശ്വസ്തൻ. കർത്താവെ ഞങ്ങളെ കർത്താവെ ഏതിനായി വിളിച്ചുവോ എവിടെ വിളിച്ചുവോ എവിടെയാക്കിയോ അവിടെ നിർത്തുവാൻ ശക്തനായ ദൈവമേ, നിന്നെ നിങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി കർത്താവ് നേതൃത്വം വഹിക്കുന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. കർത്താവ് ഐസകനായി മോളിയാന്റിക്കായി സജിപാസുകായി സ്തോത്രം. ഏരിയ ലീഡ് ചെയ്യുന്ന കർത്താവ് കൺട്രോൾ ചെയ്യുന്ന അജേഷ് പാസുകായി സ്തോത്രം. എല്ലാവരെയും കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, കൃപയിൽ മറച്ചാട്ടെ. ഞങ്ങൾ കർത്താവെ കേൾപ്പിച്ച വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഇപ്പം സഹായിക്കണമേ. ഈ കർത്താവ് ഗ്രൂപ്പിനെ അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ടീച്ചർമാരെ അനുഗ്രഹിക്കണം. കർത്താവ് എല്ലാ പരിസരങ്ങളും നടത്തുന്ന ദേവദാസന്മാരെ അനുഗ്രഹിക്കും. എല്ലാ മീറ്റിങ്ങിലും കർത്താവ് ഞങ്ങളുടെ മീഡിയകൾ വചനം പറയുന്ന ദേവദാസന്മാരെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ശക്തിയോടെ കർത്താവ് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. തിരുസനം താഴ്ത്തുന്നു കർത്താവേ. പ്രാർത്ഥന യാചകനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമം തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടാനും നമ്മുടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാരോടും എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവ് രണ്ടാം വരവിൽ ഉണ്ടായിക്കട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ